voice. സിയോൻ സൈന്യമേ ഉണർന്നിടുവീൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവീൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട്. തേജസ്സേറും പുരേ. സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 6:13, 14, 15. ജനസിസ് ചാപ്റ്റർ 6 വേർഡ്സ് 13, 14 and 15. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിന്റെ അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. And God said unto Noah, the end of all flesh is come before me, for the earth is filled with violence through them, and behold, I will destroy with the air. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. Make thee an ark of gopher wood. Rooms shalt thou make in the ark, and shalt pitch it within and without with pitch. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. And this is the fashion which thou shalt make it of. The length of the ark shall be 300 cubits, the breadth of it 50 cubits, and the height of it 30 cubits. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയർഡ് ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ക്യാരക്ടർ ഈസ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് റിവീൽഡ് ബൈ ടെസ്റ്റ്, ആൻഡ് ഓൾ ഓഫ് ലൈഫ് ഈസ് എ ടെസ്റ്റ്. വി ഡോണ്ട് നോ all the tests God will give you, but we can predict some of them based on the Bible. You will be tested by major changes, delayed promises, impossible problems, unanswered prayers, undeserved criticism, and even senseless tragedies. In my own life, I have noticed that God tests my faith through problems, tests my hope by how I handle possessions, and tests my love through people. A very important test is how you are when you can't feel God's presence in your life. Sometimes God intentionally drawbacks and we don't sense His closeness. A king named Hezekiah experienced this test. The Bible says God withdrew from Hezekiah in order to test him and to see what was really
in his hand. That section like Proverbs chapter 6 words 11, 12 and 13. സദൃശ്യവാക്യങ്ങൾ 6, 11, 12, 13. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. So shall their poverty come as one that traveleth, and thy want as an armed man. നിസ്സാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. A naughty person, a wicked man, walketh with an froward mouth. അവൻ കണ്യം വയ്ക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. He winketh with his eyes, he speaketh with his feet, he teacheth with his fingers. നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം. ദിസ് ഈസ് ഫോർ ചിൽഡ്രൻ, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണിത്. അപ്പോൾ യഹോവ മോശയോട്, പെട്ടെന്ന് താഴേക്ക് ചെല്ലുക. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനം എനിക്കെതിരായി പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവർ പിന്തുടരണമെന്ന് ഞാൻ ഉപദേശിച്ച വഴി അവർ ഇപ്പോൾ തന്നെ വിട്ടിരിക്കുന്നു. ഒരു സ്വർണ്ണ കാളക്കിടാവിനെ ഉണ്ടാക്കി അതിന് യാഗം കഴിച്ച് അവർ അതിനെ ആരാധിക്കുകയാണ്. അതാണ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമെന്ന് അവർ ഇപ്പോൾ പറയുന്നു. ഇവർ അനുസരണം കെട്ടവരാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് അവരോട് വലിയ കോപമുണ്ട്. ഞാൻ അവരെ നശിപ്പിച്ചു കളയും. എന്നെ തടയരുത്. ഞാൻ നിന്നെയും നിന്റെ പിൻതലമുറകളെയും ഒരു വലിയ രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞു. എന്നാൽ മോശ ദൈവത്തോട് യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ ജനത്തോട് എന്തിനാണ് ഇത്രയും കോപിക്കുന്നത്? അങ്ങാണല്ലോ അവരെ മഹാശക്തി ഉപയോഗിച്ച് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത്. മലകൾക്കിടയിൽ വെച്ച് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ ദൈവം കൊണ്ടുവന്നത് എന്ന് ഈജിപ്തുകാർ ഇവരെ നോക്കി പറയാൻ എന്തിനിട നൽകണം? കോപം അവസാനിപ്പിച്ച് അവിടുത്തെ മനസ്സ് മാറ്റിയാലും അങ്ങയുടെ ജനത്തെ നശിപ്പിക്കരുതേ. അവിടുത്തെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദയവായി ഓർത്താലും അവർക്ക് അനേക പിൻതലമുറകളെ നൽകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ ജനങ്ങൾക്ക് എന്നേക്കുമായിട്ട് ഒരു ദേശവും നൽകാമെന്ന് വാക്ക് പറഞ്ഞതാണല്ലോ. അപ്പോൾ ദൈവം തൻ്റെ മനസ്സ് മാറ്റി തൻ്റെ ജനത്തെ നശിപ്പിച്ചതുമില്ല. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇരുപുറവും ദൈവകൽപ്പനയാൽ എഴുതപ്പെട്ടിട്ടുള്ള 2 കൽപ്പനകളും അവൻ കയ്യിൽ പിടിച്ചിരുന്നു. ദൈവം തന്നെയാണ് അവ ഉണ്ടാക്കുകയും അവയിൽ എഴുതുകയും ചെയ്തത്. മോശയുടെ സഹായിയായ യോശുവ ജനങ്ങളുടെ ആരവം കേട്ടിട്ട് മോശയോട്, പാളയത്തിനുള്ളിൽ യുദ്ധത്തിൻ്റെ ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു. മോശ അതിന് മറുപടിയായി പറഞ്ഞു, അത് യുദ്ധത്തിൻ്റെ ആരവമല്ല, സന്തോഷത്തിൻ്റെ ആർപ്പവിളിയോ ദുഃഖത്തിൻ്റെ കരച്ചിലോ അല്ലല്ലോ കേൾക്കുന്നത്, പാട്ടിൻ്റെ ശബ്ദമാണ് അവിടെ മുഴങ്ങുന്നത്. മോശ പാളയത്തിന് കുറെ കൂടെ അടുത്തെത്തി. ജനങ്ങൾ സ്വർണ്ണക്കിടാവിൻ്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. മോശയ്ക്ക് അതിഭയങ്കരമായ കോപം ഉണ്ടായി. ഉടനെ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കൽപ്പലകകൾ 2 മോശ മലയുടെ അടിവാരത്തിലേക്ക് എറിഞ്ഞുറിച്ച് കളഞ്ഞു. എന്നിട്ട് അവരുണ്ടാക്കിയ സ്വർണ്ണ വിഗ്രഹം എടുത്ത് ഉരുക്കി അത് പൊടിയാക്കി ആ പൊടി വെള്ളത്തിൽ കലർത്തി അവരെ കുടിപ്പിച്ചു. 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞു.